ഈ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്തുവാ? അവിടെ വല്ലപ്പോഴേ പാർലമെൻറ്റ് വരുമ്പോൾ എല്ലാം കുളമാക്കുക, പാർലമെൻറ്റ് കുളമാക്കും, അതുപോലെ രാജ്യത്തെ കുട്ടിച്ചോറാക്കാനുള്ള ശ്രമവും കൂടാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ഇന്ത്യയിലൊരു പ്രക്ഷോഭം ഉണ്ടായി കാണാൻ, അതിൻ്റെ കനലിൽ ആളിക്കത്തുന്ന കനലിൽ നരേന്ദ്രമോദി ഒന്നും ഇല്ലാതായി കാണാൻ വളരെ ആഗ്രഹിക്കുന്നു. ആ കെയറോബി തനിക്ക് അധികാരത്തിലെത്താമെന്ന്. എന്തു നടന്നാലും അദ്ദേഹം പണ്ട് പറഞ്ഞത് നല്ല കാര്യങ്ങൾ, അത് നടന്നാലും അദ്ദേഹത്തിന് കുഴപ്പമാണ്. ഇന്ത്യയുമായിട്ട് ഉള്ള വ്യാപാര തർക്കത്തിൽ 50% ചുങ്കം അല്ലെങ്കിൽ ജപ്തി ഏർപ്പെടുത്തിയപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ഈസ് എ ഡെഡ് എക്കോണമി, അമേരിക്ക പോലും നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നു, ഡെഡ് എക്കോണമി ആയതുകൊണ്ടാണ് ഇതെന്ന്. ഇപ്പോൾ ആ 50% ഒറ്റയടിക്ക് ട്രംപ് വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ, അമേരിക്കയുടെ അഭിമാനം കൂടെ നോക്കിയായിരിക്കുമല്ലോ, 18% ചുരുക്കേണ്ടി വന്നു ട്രംപിന്. കാരണം ഇന്ത്യയുടെ കടുത്ത നിലപാടും ഉപരോധവും കാരണം അദ്ദേഹത്തിന് അത് വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം കൂടെ സമ്മർദ്ദം ചെലുത്തി ട്രംപിന് സമ്മർദ്ദം ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് 18% പോയിരുന്നത്. ഈ പയ്യൻ പറയുക പാർലമെൻറ്റിൽ ഇന്ത്യ കീഴടങ്ങിയെന്ന്. എന്ത് തെളിവ് വെച്ചുകൊണ്ടായി കീഴടങ്ങിയെന്ന് പറയുന്നത്? ഇത് ആദ്യം അവകാശപ്പെട്ടതാരാ? ട്രംപ് ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളത് അപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. നമുക്കത് ആവേശം കാട്ടിയില്ല ട്രംപ് കാണിച്ചതുപോലെ. ഉണ്ടെങ്കിൽ ഉണ്ട്, നമ്മളൊരു ഒന്നാം തരം ബജറ്റ് തയ്യാറാക്കി. ഈ ട്രംപിൻ്റെ ഈ കുൽസിതമൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിലുള്ള ബജറ്റ് നമ്മൾ കാണിച്ചു കൊടുത്തു ലോകത്തിന്. ട്രംപ് പിണങ്ങിയാലും നമുക്ക് കൂനൻ പോയാൽ കൊട്ടാരത്തോളം, അല്ലേ, കൂനൻ ഇളകിയാൽ കൊട്ടാരം വീഴില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ കാണിച്ചു കൊടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കടന്നവിടെ നുരച്ചാലും മതിച്ചാലും ഒന്നും തകരുന്നതല്ല ഇന്ത്യയുടെ സാമ്പത്തിക സാമ്രാജ്യം എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് കീഴടങ്ങിയത് ഇപ്പോൾ ട്രംപാണ്. സർവത്ര കീഴടങ്ങിക്കൊണ്ട്, ഇറാന് മുമ്പിലും കീഴടങ്ങിക്കൊണ്ടിരിക്കുക. അദ്ദേഹം യൂട്ടേൺ എടുത്തല്ലോ. അതെ, അദ്ദേഹം പറഞ്ഞാലും അദ്ദേഹം തന്നെ വഴിക്ക് തിരിച്ചു വന്നില്ല. അതെ, അദ്ദേഹത്തിൻ്റെ വഴിക്ക് തന്നെ തിരിച്ചു വന്നില്ലേ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ വൻ വിജയം നേടിയിരിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് നമ്മൾ യൂറോപ്പുമായിട്ടൊരു ഫ്രീ ട്രേഡ് കരാർ ഒപ്പിട്ടു. അതും ഇങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടോ? ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്ന് പറയുന്ന യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡന്റ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു ഞങ്ങൾ ഇന്ത്യയുമായിട്ട് കരാറായിക്കോട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. ഇന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ അന്ന് നമ്മൾ എത്ര ഉഗ്രമായ രീതിയിലാണ് ആ കരാറിൽ നമ്മൾ കയ്യൊപ്പ് വെച്ചത്. കരാറിൽ കയ്യൊപ്പൊന്നും വെച്ചിട്ടില്ല, തീരുമാനമായിട്ടേ ഉള്ളൂ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറിൽ. അതുപോലെ വേണ്ടായിരുന്നു. ഇതെന്ത് വളരെ മോശമായി പോയി. ഇവർക്കൊന്നും ഈ സാമാന്യമായിട്ട് ഇന്റർനാഷണൽ ന്യൂസിനെ കുറിച്ച് അതെ 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 റോയിട്ടേഴ്സ്, PTI, കുറെ ന്യൂസ് സോഴ്സുകളുണ്ടല്ലോ, അവരും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സോ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സോ നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു കാര്യം ഇന്ത്യ അമേരിക്കയായിട്ട് ഡീല് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. ചെയ്യാത്ത സൈനിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഒരു കമന്റ് പറയുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ പോലെ ആഗ്രഹമുണ്ട്, അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടൊരു ഡീൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അതിന്റെ പിന്നാലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞത് കേട്ടിട്ടാ പറഞ്ഞത് അല്ല, പറഞ്ഞു. ഇന്ത്യ പ്രധാനമന്ത്രി അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അഭിനന്ദിക്കൽ മാത്രമാണ്. നമ്മൾ എഗ്രിമെന്റിനെ കുറിച്ച് ഒരു അക്ഷരം ട്വീറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അദ്ദേഹമായിട്ട് സംസാരിച്ചു, നിങ്ങളുടെ ഈ കണ്ടീഷനിൽ നമുക്ക് പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ സമ്മതിച്ചു. അന്തിമ കരാർ ആയിട്ടില്ല, ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കരാറാകാത്തതിന്റെ രഹസ്യം എന്താണെന്നറിയാവോ? ഇന്ത്യ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. അവർ പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ വിപണി തുറന്നു കൊടുക്കണമെന്നുള്ളതാണ്. അതിന് നമ്മൾ തയ്യാറല്ല. അതിലും പ്രധാനം GOM, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകൾ. ഈ പരിപാടി ഇന്ത്യ നടക്കത്തില്ല, അതങ്ങ് കയ്യിലിരുന്നാൽ മതി. നരേന്ദ്രമോദി അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു. അത് ഈ മോൺസാന്റെയും ബെയറും ഒക്കെ അവിടുത്തെ കുത്തകകൾക്ക് എത്രയോ വർഷങ്ങളായിട്ട് അവർ ആവശ്യപ്പെടുന്നതാണ്. ഇന്ത്യയിൽ ആന്ധ്രയിൽ ഇവർ പരുത്തിക്കുരു ഇതേപോലെ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു. അല്ല, നരേന്ദ്രമോദി പറഞ്ഞ പ്രസിദ്ധമായ ഒരു കാര്യം, എൻ്റെ സൗഹൃദം നഷ്ടപ്പെട്ടാലും ഇന്ത്യയിലെ കർഷകന്റെ താല്പര്യങ്ങൾ ഞാൻ അടിയറവ് വെക്കുകയില്ല. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു, അത് തന്നെ പാലിച്ചുകൊണ്ടാണ്. അല്ല ഒരു രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ രാഷ്ട്രീയവും ഈ ഭരണമൊക്കെ കാണുന്നിട്ട് കുറെ അധികം നാളായല്ലോ. കോൺഗ്രസ് ഭരിച്ചതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ വിഷുവിന് പടക്കം പൊട്ടുന്ന പോലെ ഓരോ അഴിമതി കഥകൾ പൊട്ടുന്നു. അതിന്റെ അലയലുകൾ തീർമ്പോൾ അടുത്തത് വരുന്നു. അഴിമതിയും വിവാദങ്ങളും മാത്രമായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിരന്തരമുണ്ട്. അതാണല്ലോ അവർ ഭരണത്തിൽ നിന്ന് കൊണ്ടുപോയത്. അവസാനം 1.75 ലക്ഷം കോടി രൂപയുടെ അഴിമതി വരെ നമ്മൾ കണ്ടു. അതിനുശേഷം ആ അഴിമതി കണ്ട് ഭരണത്തിൽ നിന്ന് പോയതിന് പകരമായിട്ട് വന്നതാണ് നരേന്ദ്രമോദി. അദ്ദേഹം വന്നതിന് ശേഷം
ഇവർ ഈ പറയുന്ന അഴിമതിയുടെ ഏതെങ്കിലും ഒരു കഥ പറയാനില്ല. ഇവർ പറയുന്ന എല്ലാം ചീറ്റിപ്പോകുന്നു. ചൗക്കിദാർ ചോറാണെന്ന് പറഞ്ഞത് ഇവർക്ക് പാരയായി, റാഫേലിന്റെ വിഷയം പറഞ്ഞ ഇവർക്ക് പാരയായി. അങ്ങനെ ഇവർ എന്തൊക്കെയാണോ റൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് അതെല്ലാം കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞു കടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഇപ്പൊ ചെയ്യുന്ന എന്താണ്? ഇപ്പൊ അഗ്നിവീർ പദ്ധതി വന്നു. അഗ്നിവീർ പദ്ധതി വന്നപ്പോൾ കോൺഗ്രസിനായിരുന്നു ബുദ്ധിമുട്ട്. അഗ്നിവീർ പദ്ധതിയിൽ ചെറുപ്പക്കാർക്ക് പട്ടാളത്തിൽ 10-15 വർഷം സേവനം അനുഷ്ഠിക്കുന്നതിന് അവർക്ക് അതിനുശേഷം ബെറ്റർ ആനുകൂല്യങ്ങൾ കൊടുത്ത് അവർക്ക് മറ്റൊരു ഓപ്ഷൻ കിട്ടുന്നതിന് ഇവർക്ക് അപ്പൊ എല്ലാം മുനയില്ലാത്ത ആയുധങ്ങൾ കൊണ്ട് ഗവൺമെന്റിനെ ആക്രമിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവർക്ക് വീണ്ടും ഇവര് കൂടുതൽ കൂട്ടക്കുഴപ്പത്തിലേക്ക് ചാടി ചെയ്യുന്നത് റെലവെന്റായ ആരോപണങ്ങളല്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇദ്ദേഹം ഉന്നയിച്ചത്, അത് 100% നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു കരാർ തന്നെയാണ്. വ്യവസായികൾ മുഴുവൻ, നമ്മുടെ രാജ്യത്തെ വ്യവസായികൾ മുഴുവൻ ഇതിൽ സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ മത്സ്യ കയറ്റുമതിക്കാർക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ പോലുള്ള വ്യവസായങ്ങൾക്ക് എല്ലാം ഇന്ത്യ ഒന്ന് നന്നാവുന്നത് കാണാൻ ഈ മനുഷ്യന്, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നും നശിച്ച് കണ്ടാൽ മതി. പല രാഷ്ട്രങ്ങളായിട്ട് അങ്ങ് വിഭജിച്ച്, അന്ന് CPM-കാർ പറഞ്ഞത് 16 കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം അതെ, നെഹ്റു അവിടെ പ്രധാനമന്ത്രി കസേര ഉറച്ചു കയറിയിരുന്ന് ഇതിനെ 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് അത് നശിപ്പിച്ച് കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ നെഹ്റുവിൻ്റെ കൊച്ചുമോനുമായിട്ട് ഇദ്ദേഹത്തിന് അതിന് ഒരു 4 കഷ്ണമെങ്കിലും ആക്കി ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ടെന്ന് തോന്നുന്നു. ആ തരത്തിലുള്ള ഡിവിസീവായിട്ടുള്ള പൊളിറ്റിക്സാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശദ്രോഹിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനേക്കാൾ വലിയൊരു ദ്രോഹി. ആണുങ്ങൾ ഭരിക്കുന്നത് കാണുമ്പോൾ അസൂയയാണ്. അതാണ് അദ്ദേഹം എന്ത് പോയിന്റായി റേസ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഇപ്പൊ ഒരു പൊളിറ്റിക്കലി അദ്ദേഹം നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് അദ്ദേഹത്തിന് റേസ് ചെയ്യാനുള്ള പ്രശ്നം? ഇതൊക്കെയാണോ? ഇതൊന്നും അല്ല നമ്മുടെ രാജ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ദാരിദ്ര്യരേഖയുടെ മുകളിൽ വന്നു, ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടി. എന്നാൽ ഇനിയും ദാരിദ്ര്യരുണ്ട്, അവർക്ക് വേണ്ടി പണിയെടുക്കണം, അവരിലേക്ക് ഇറങ്ങിച്ചില്ല. അല്ലെ കുളത്തിൽ ചാടലല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ പിന്നെ ചായക്കടയിൽ പൊറോട്ട അടിക്കാനായിട്ട് കൂടുന്നതല്ല രാഷ്ട്രീയം. മോദിയുടെ രാഷ്ട്രീയം ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോദി വർക്ക് ചെയ്യും, പറയുകയില്ല. ഇദ്ദേഹം ഇത് അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. രാഷ്ട്രീയം ഗിമ്മിക്ക് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയല്ല. കാരണം വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് എല്ലാവരും മണ്ടന്മാരാണോ ഇദ്ദേഹത്തെ പോലെ? അതെ, അവർക്ക് അവരുടേതായ ചിന്താഗതികളുണ്ട്. അതുപോലെ തന്നെ പുസ്തകവും ആഴ്ചപ്പതിപ്പും ഒന്നും വായിക്കാത്ത മഹാനാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. മസിൽ പിടുത്തമാണ്, ജിമ്മിൽ പോയി. പിന്നെ പൊറോട്ട കഴിക്കൽ, ഏത്തയ്ക്ക, പഴംപൊരി, ഇതൊക്കെ കഴിക്കലാണ് അദ്ദേഹത്തിൻ്റെ ഹോബികൾ. എന്നിരിക്കെ ആരോ അവിടെ പോയിട്ട് ഒരു കാരവൻ്റെ ഒരു കോപ്പി കൊണ്ടുവന്നു. അതിനകത്ത് നരവനെ ഇവിടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചൈനയുമായിട്ടുള്ള സംഘർഷം ഉണ്ടായ സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനത്തിന് പകരം അവിടെ നിങ്ങളുടെ മിലിറ്ററി ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തോളൂ എന്ന് നരേന്ദ്രമോദി അനുവാദം കൊടുത്തത്. ഇതാണ് പുള്ളിയുടെ വിഷയം. നെഹ്റു ഇരുന്നപ്പോൾ അങ്ങനല്ല. നെഹ്റു ഇരുന്നപ്പം പിന്നെ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അമേരിക്ക തന്നെ പറഞ്ഞതാണ്, ഇത് ചൈന വരാൻ സാധ്യതയുണ്ട്, ചൈന വരാൻ സാധ്യതയുണ്ട്, ഞങ്ങളത് ഒതുക്കാം വേണമെങ്കിൽ. വേണ്ട, ഞാനൊരു ജനാധിപത്യ, ചൈന എന്നെ അങ്ങനൊന്നും ചെയ്യില്ല, ഞങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾ പഞ്ചശീല തത്വം അനുസരിച്ചാണ്, ഇന്ത്യ ചൈന ഭായി ആണ്, ഒന്നും ചെയ്യില്ല. അടിക്കിട്ടി തകർന്നു തരിപ്പണമായിട്ട് കേരളത്തിൻ്റെ അത്രയും സ്ഥലം അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞു. രാഷ്ട്രീയ തീരുമാനം എടുത്തതിൻ്റെ ഫലമാണ്. നരേന്ദ്രമോദി എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പറഞ്ഞത്? നിങ്ങൾ എന്താണ് ഉചിതമെന്ന് തോന്നുന്നത് അവിടെ അടി കൊടുത്തോളാനാണ്. വീട്ടിൽ കയറി അടിക്കാനോ? അതെ, വീട്ടിൽ കയറി അടിച്ചോളൂ. ശാസ്ത്രി അത് തന്നെ, ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാനുമുള്ള യുദ്ധത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞത്, പട്ടാളം ഉചിതമായ തീരുമാനം എടുത്തുകൊള്ളൂ. ഇത് തന്നെ നരേന്ദ്രമോദിയും ചൈനയും ഉചിതമായ തീരുമാനം. അല്ല, രാഷ്ട്രീയക്കാരൻ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഒരു തീരുമാനം പറഞ്ഞാലേ അത് നടക്കില്ല. ഇന്ദിരാഗാന്ധി അത് തന്നെ ചെയ്തത്. ഇസ്രായേൽ നമ്മുടെ ഇന്ത്യക്ക് പറ്റിയ ഒരു വലിയ പരാജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഡിസിഷനാണ് എപ്പോഴും യുദ്ധം വേണോ വേണ്ടയോ തീരുമാനിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പട്ടാളത്തെ ശക്തിപ്പെടുത്തുകയും അവർക്ക് നൂതനമായ ആയുധങ്ങളും സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ പട്ടാളത്തിന്, നമ്മൾ ഈ സാധനത്തിൽ ശബരിമല വിഷയത്തിൽ പറഞ്ഞ പോലെ AB പ്ലാൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. പട്ടാളത്തിന് A-Z പ്ലാനുകളുണ്ട്. ഒരു പ്ലാനല്ല, ഒന്നിലധികം പ്ലാനുകളുണ്ട്. അതിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏതാണോ പ്ലാൻ എന്നുള്ളത് രാഷ്ട്രീയക്കാരല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അത് സൈന്യമാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അതിനുള്ള അനുവാദം കൊടുത്തതോടുകൂടി പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. ചൈനയാണെങ്കിൽ അത് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്വിക്കായിരിക്കും, 100% എഫക്റ്റീവ് ആയിരിക്കും. എന്നാൽ പൊളിറ്റിക്കൽ ആയിട്ട് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, പാകിസ്ഥാനെ ഒന്ന് പേടിപ്പിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ പട്ടാളത്തിന് കൺഫ്യൂഷൻ വരും. പട്ടാളം ഒരു ഡിസിഷൻ എടുത്താൽ അത് എന്തുവരെ ചെയ്യണം, അതിന്റെ റൂട്ട്സ്, അതിന്റെ ഗ്രാവിറ്റി, ഇതെല്ലാം പട്ടാളം നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അവർക്കറിയാം. അതെ, അവർക്കറിയാം.
അതെ, നമ്മൾ അറിയാൻ വയ്യാത്ത ആൾക്കാർ അവിടെ ഇരുന്നു കൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമുള്ളവർ പറഞ്ഞാൽ ആ തീരുമാനം അവിടെ ശരിയായില്ല, വിലപ്പോവില്ല. ഇത് തന്നെയാണ് ഇന്ദിരാഗാന്ധിക്കും പറ്റിയത്. ഇസ്രായേൽ പറഞ്ഞതാ, ഞങ്ങൾ തീർത്തു തരാം പാകിസ്ഥാൻ്റെ ഇസ്ലാമിക് ബോംബ്, ഞങ്ങൾ തീർത്തു തരാം. അവർ സുന്ദരമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടുന്ന് വേണ്ടിയിട്ടുള്ള ഗ്യാസോലിൻ നിങ്ങളുടെ അവിടുന്ന് എടുക്കാൻ അനുവദിക്കണം. വേണ്ട വേണ്ട, പേടിച്ച് പിന്മാറി, അല്ലെ, പേടിച്ച് പിന്മാറിയില്ലേ? അതല്ലേ ആ നാശത്തിന് കാരണമായി. ഇപ്പോൾ നമുക്കൊരു ഭീഷണിയായിട്ട് അവിടെ ഇരിക്കുന്നത് ആ ബോംബ്. സൗദി അറേബ്യ കരാറുണ്ടാക്കാൻ കാരണം അതല്ലേ? ഇപ്പോൾ പോയിരിക്കും അജിത് ഡോവൽ സൗദി അറേബ്യയിലേക്ക്. അതിലൊരു തീരുമാനമാക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുന്നു. തെറ്റായ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഇരകളാണ് നമ്മൾ. അല്ല സാർ, അതിന് ഏറ്റവും നല്ല ഉദാഹരണമുണ്ടല്ലോ. നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഒരു കാര്യത്തിന് അന്നത്തെ കരസേന മേധാവിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പൊ പറ്റുകയില്ല, മഞ്ഞ് വീഴുന്ന സമയമാണ്, ഈ സമയത്ത് യുദ്ധം നീക്കം നടക്കുകയില്ല എന്ന് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയ തീരുമാനം എപ്പോഴും, രാഷ്ട്രീയക്കാർ പ്രൊഫഷണൽ അല്ല പട്ടാളത്തെ പോലെ, അവർക്ക് ഇതിന്റെ അറിഞ്ഞുകൂടാ. അവർ പട്ടാളത്തോട് പറയുമ്പോൾ പട്ടാളം ചെയ്യുകയല്ല ചെയ്യേണ്ടത്, പട്ടാളത്തിന് ഫ്രീഡം കൊടുക്കണം. പട്ടാളം എന്ന് പറയുന്നത് കൂലിപ്പട്ടാളമല്ല, അവർക്ക് ഒരു സുസംഘടിതമായ ഒരു സംവിധാനമാണ്. അവർ പോയി യുദ്ധം ചെയ്യും, വിജയിക്കും. അവർ പ്രൊഫഷണലായിട്ട്. അതാണ് സിന്ദൂരിൽ നമ്മൾ കണ്ടത്. ഗവൺമെന്റ് ഓർഡർ ഇട്ടുള്ളൂ, ബാക്കിയല്ല അവരാ ചെയ്തത്. അതാണ് നമ്മൾ ജയിച്ചതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നം. അതായത് ഈ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമേജ് ഇദ്ദേഹത്തിന്റെ മുൻ ഭരണാധികാരി, ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കോ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.